ഞാൻ അവൻ്റെ സുഹൃത്തായതുകൊണ്ട് ഞാൻ അവനെ കൂടി കൂട്ടി പറയുന്നതാണ്. ഞങ്ങൾ ഒരിക്കലും സിനിമയെ ഒരു എന്താ പറയുക, നമ്മൾ ആദ്യം സിനിമയാണ് ചിന്തിക്കാറ്, ഫസ്റ്റ് സിനിമ. പിന്നെ ഓക്കെ, ഒരാൾ സമ്മൺ ഈസ് പുഡിങ് മണി ഓൺ ദിസ്, അപ്പോൾ അയാൾക്ക് അയാളുടെ പൈസ തിരിച്ച് കിട്ടണം, അത് നമ്മളുടെ ഒരു ബാധ്യതയാണ്. ഇത് രണ്ടും കൂടിയാണ്. പക്ഷേ എങ്കിലും നമ്മൾ ആദ്യമേ ഓക്കെ, അപ്പോൾ ആ സ്റ്റാർ ഡേറ്റ് തരാമെന്ന് പറയുന്നത്, പിന്നെ പുള്ളിനെ വെച്ച് പുള്ളിക്ക് അങ്ങനെ ഒരു ബിസിനസ് ഇവിടെ ഉണ്ട്. ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല, അങ്ങനെ പ്ലാൻ ചെയ്യാൻ നമുക്കറിയില്ല. നമ്മളിപ്പോഴും പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം, നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരുപാടൊന്നും പ്ലാൻ ചെയ്തില്ലെങ്കിലും ഡിസ്കഷൻസിൽ വരുമ്പോൾ ഇപ്പോൾ ലിജു ആയാലും സിനിമയാണ് ആദ്യം പറയുന്നത്, എടാ ഇങ്ങനൊരു സാധനം കൊടുക്കണം, ഇന്നാണ് അങ്ങനെ ചെയ്തിട്ട് ഏറ്റവും അവസാനമാണ് അതിൻ്റെ ബിസിനസ് ആസ്പെക്ട്സിനെ പറ്റി പറയുന്നത്. പക്ഷേ മലയാള സിനിമയിൽ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ കുറേ ആളുകൾ എന്താ പറയുക, ഒരു വേറൊരു ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഫോർമുലയിൽ ഫോളോ ചെയ്ത് പോകുന്നു. വേറെ കുറേ ആളുകൾ അത് ബ്രേക്ക് ചെയ്തിട്ട് വേറൊരു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അങ്ങനെ പല പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പുറത്ത് ഇതൊക്കെ വളരെ നേരത്തെ വന്നുപോയി. അവിടെ പിന്നെ കുറേ കൂടി ഫ്രീഡം ഉണ്ട്. യു ക്യാൻ ടെൽ എനിത്തിങ്. അവിടെ ഇപ്പോൾ UK പോലത്തെ ഒരു രാജ്യത്ത് നമുക്ക് എന്ത് വേണേലും ഷൂട്ട് ചെയ്യാം, എന്ത് വേണേലും ഇത് ചെയ്യാം. അപ്പോൾ അതോ ഇന്ത്യയിൽ പ്രാക്ടിക്കലായിരിക്കില്ല, പക്ഷേ എങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ച കഥ പറയാനായിട്ട് ഉള്ളൊരു ഓഡിയൻസ് ഇവിടെ ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓഡിയൻസ് ഉണ്ടെങ്കിൽ തന്നെ എന്താ പറയുക, അങ്ങനെ ഒരു ഫിലിം പല പല കാരണങ്ങളിൽ ഇപ്പോൾ പുറത്തിറങ്ങില്ല. അങ്ങനെ ഒരു ഇഷ്യൂ മലയാളത്തിലുണ്ട്. ഇപ്പോൾ തമിഴിലൊക്കെ നോക്കി കഴിഞ്ഞാൽ തമിഴിൽ കുറേ കൂടി അവർ എന്താ പറയുക, അവരെക്കാളും അവരത്ര നല്ല കഥകളും അഭിനയിക്കാൻ അറിയുന്ന ആളുകളും നമുക്കുണ്ട്. പക്ഷേ നമ്മൾ എന്താ പറയുക, നമ്മളങ്ങോട്ട് എത്തിയിട്ടില്ല പണ്ട്. പക്ഷേ എൻറ്റയർ ഈ ഇൻഡസ്ട്രി, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രികളെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മളുടെ. നമ്മളൊരു ചെറിയൊരു സംസ്ഥാനമാണ്, ചെറിയൊരു ഇതാണ്. പക്ഷേ നമ്മളിവിടുത്തെ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ രണ്ട് കന്നഡ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അത് അൺഫോർച്ചുനേറ്റ്ലി പുറത്തൊന്നും ഇറങ്ങിയില്ല. പക്ഷേ നമ്മളുടെ ആക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർ നമുക്ക് തരുന്ന റെസ്പെക്റ്റ് നമുക്ക് മനസ്സിലാവും. അത് ഞാനൊരു ഇവിടെ ഒരു 5-6 സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് കന്നഡയിൽ അഭിനയിക്കാൻ പോയത്. എങ്കിലും നമ്മൾ മലയാളിയാണ്, മലയാളി ആക്ടറാണെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് റെസ്പെക്റ്റാണ്. അവർ പറയണേ സാർ അവിടെ സ്റ്റോറിയാണ് ഹീറോ, അല്ലാതെ ഇതല്ല എന്ന് പറയുന്നത് ആയിരുന്നു. പക്ഷേ ഇടയിൽ നമ്മൾ കയ്യിൽ നിന്ന് പോയി, കുറേ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ വീണ്ടും നമ്മൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ ഈ കയ്യിൽ നിന്ന് പോയ ടൈമിൽ നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, മലയാള സിനിമ ഇനി അങ്ങോട്ട് വളരാനുണ്ട്, പഴയ ഒരു ഇതിലേക്ക് എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അതിൽ നമുക്ക് ചെയ്യാൻ കഴിയും, നമ്മൾ ചെയ്യാൻ. നമ്മൾ ഇവിടെ ജനിച്ചു വളർന്ന ഒരാളാണ്, ഡെഫിനറ്റ്ലി നമ്മളത് അത് ചെയ്യണം. എൻ്റെ ലിജോൻ്റെയും ഒരു ഇത്. കാരണം നമ്മളെ ഇവിടം വരെ എത്തിച്ച സിനിമയാണ്. അപ്പോൾ നാളെ അത് ഇല്ലാതായാലും നമുക്കതുകൊണ്ടൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ വെൻ വി വെയർ ഹിയർ ഒരു മാർക്ക് വേണമല്ലോ, വി ലിവ്ഡ് ദെയർ. അങ്ങനെ ഒരു ഐഡിയയാണ്. ഈ കഥ ദാരിദ്ര്യമില്ല, എല്ലാവരുടെയും കഥകളുണ്ടല്ലോ. ഇപ്പോൾ താങ്കളുടെ കയ്യിൽ താങ്കൾ ജീവിച്ചവർ ഇതിൽ നിന്ന് താങ്കളുടെ കഥ പറയാൻ പറ്റും. ചിലപ്പോൾ വെരി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. പിന്നെ അത് എന്താ പറയുക, അത് എഴുതുമ്പോൾ നമുക്ക് ജനത്തിനൂടി മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പോൾ പല കാര്യങ്ങളും നമുക്ക് എഴുതാൻ പറ്റില്ല. ഇപ്പോൾ ഇടയിൽ ഞാൻ ആലോചിച്ചു ഒരു ആത്മകഥ അല്ലെങ്കിൽ സ്വന്തം ഇത് എഴുതിയാലെന്ന്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അത് എഴുതുന്ന ഒരു ഇതിന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഭാര്യയൊക്കെ അപ്പോൾ തന്നെ പിണങ്ങി പോകും. കാരണം നമുക്ക് എഴുതാൻ പറ്റില്ല, പല കാര്യങ്ങളും നമുക്ക് റിയലിൽ എഴുതാൻ പറ്റില്ല. ഇപ്പോൾ മാധവിക്കുട്ടിയെ പോലത്തെ ഒരു എഴുത്ത് നമുക്ക് എഴുതാൻ പറ്റില്ല. പക്ഷേ എഴുതണമെന്ന് എനിക്കുണ്ട്. പക്ഷേ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് എന്താ പറയുക, എഴുതുമ്പോൾ സത്യസന്ധമായിട്ട് എഴുതുക. അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ എഴുതാം. പക്ഷേ അത് നമ്മൾ നാളെ എന്താ പറയുക, കുറേ കഴിഞ്ഞിരുന്നിട്ട് ഇപ്പോൾ നമ്മൾ 10-60 വയസ്സിന് ശേഷമൊക്കെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇരുന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മളോടുള്ള റെസ്പെക്റ്റ് പോകും. അറ്റ്ലീസ്റ്റ് ഐ ബിലീവ് ഇൻ ദാറ്റ്. അപ്പോൾ എനിക്കത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഫുൾ ഓൺ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ആ പണിക്ക് പോകരുത് എന്നുള്ളൊരു എല്ലാമാണല്ലോ. അതായത് ഒരു കഥ രൂപാന്തരപ്പെടുന്നു, അതിലെ കഥാപാത്രങ്ങൾ വരുന്നു. അപ്പോൾ അത് ചെയ്യാമെന്നൊരു ആ കഥയുടെ ഏറ്റവും നീതി പുലർത്താവുന്ന ഒരു ഡയറക്ടർ അത് ഏറ്റെടുക്കുന്നു, അദ്ദേഹം ചെയ്യുന്നു. അദ്ദേഹവും റൈറ്ററും എല്ലാവരും ഇതിൻ്റെ ക്യാരക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ആ ക്യാരക്ടേഴ്സും അത് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ അതിനോട് വളരെ എന്താ പറയുക, വളരെ നന്നായിട്ടത് പെർഫോം ചെയ്യണം. പ്ലസ് അത് ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യണം, അത് മാർക്കറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തണം. അപ്പോൾ എല്ലാം അതൊരു കൂട്ടായ്മ തന്നെയാണ്. ഡെഫിനറ്റ്ലി അല്ല ഒരാളുടെ അല്ല. പക്ഷേ ദ ക്യാപ്റ്റൻ ഈസ് ഓൾവേസ് ഡയറക്ടർ. അതിനകത്ത് നോ ടു വേസ് അബൌട്ട് ഇറ്റ്. ക്യാപ്റ്റൻ എപ്പോഴും ഡയറക്ടറാണ്. പക്ഷേ ഇത്രയും ആളുകളുടെ കൂട്ടായ്മ. ഇപ്പം നമുക്ക് അവിടെ ഒരു എന്താ പ്രൊഡക്ഷനിൽ നമുക്കൊരു ഭക്ഷണം വെച്ചിരുന്ന ചേട്ടന്മാർ, അവർക്ക് എന്തെങ്കിലും ഒരു മാനസിക ബുദ്ധിമുട്ടില്ല, അവരൊന്നും ഇത് ചെയ്യാതെ തന്നെ നമ്മുടെ അടുത്ത് ഷൂട്ട് മുടക്കും. അപ്പോൾ എനിക്കത് ഭയങ്കര അല്പം തോന്നിയിട്ടുണ്ട്. പല സ്ഥലത്ത് ജനിച്ചു വളർന്ന പല ടൈപ്പ് ആളുകൾ. ഇപ്പോൾ സ്റ്റാർ വരുന്നു, അവിടെ ചായ കൊടുക്കാൻ വേണ്ടി ആൾക്കാരുണ്ട്, ഡ്രൈവേഴ്സുണ്ട്, അവരുണ്ട്. ആരെങ്കിലും ഒരാൾ സഹകരിക്കാതിരുന്നാൽ മതി, ഒരു ദിവസം വേണമെങ്കിൽ ഷൂട്ട് ഈസി ആയിട്ട് മുടങ്ങാം. പക്ഷേ അതാണ് സിനിമയുടെ ഒരു വല്ലാത്തൊരു ഒരു യൂണിറ്റിയാണ് സിനിമയിൽ. എനിക്കത് കാരണം പല സ്ഥലത്തും നമുക്ക് മലയാളികൾക്ക് ഇല്ലാത്തതാണ്. പക്ഷേ സിനിമയിൽ അത്
എന്താ പറയുക, എല്ലാവരും അവരവരുടെ ഈഗോസും ഇതൊക്കെ മാറ്റി വെച്ചിട്ട് അവരൊരു കൂട്ടായിട്ടുള്ള പ്രവർത്തനം. അല്ല ഇപ്പോൾ ഈ യൂണിറ്റിലെ ലൈറ്റ്സിൻ്റെ ഒക്കെ വരുന്ന ചേട്ടന്മാരൊക്കെ, അപ്പോൾ നമുക്ക് താല്പര്യം ദൈവമേ, നമ്മളിപ്പോൾ ഒരു ഷോട്ട് കഴിഞ്ഞ് നമ്മൾ പോയി റെസ്റ്റ് ചെയ്യും. ഈ ചേട്ടന്മാരോട് ക്യാമറമാൻ പറയുന്നു അവിടെ അത് വെക്കും ഇത് വെക്കും, അവർ തെങ്ങ് കയറുന്നു അതേ കയറുന്നു വെക്കുന്നു പരിപാടി. അവരൊരു എന്താ പറയുക, അവർ ഒരു വിശ്രമവും ഇല്ലാതാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പലപ്പോഴും അത് ഞാൻ ആലോചിക്കണം, ദൈവം ഈ ചേട്ടന്മാരൊക്കെ എന്തൊരു ആത്മാർത്ഥതയാണ്. നമ്മൾ ഒരു വെളുപ്പിന് 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് നിർത്തിയാലോ, ആ ചേട്ടന്മാരെപ്പോഴും ഇല്ല നമുക്ക് അടുത്ത ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ചെയ്ത് വേറെ മറ്റേ ബിൽഡിങ്ങിന് മുകളിൽ കയറണം, അവരിതെല്ലാം ചുവന്ന് കയറ്റി. അപ്പോൾ നമുക്ക് അവരുടെ ആത്മാർത്ഥതയാണ് ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നത്. അതായത് അയ്യോ അവരത്ര ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുന്നു, നമ്മൾ ചുമ്മാ വന്ന് കസേരയിലിരിക്കുന്നു, അവർ മേക്കപ്പ് ചെയ്യുന്നു, ചായ വേണമെന്ന് പറഞ്ഞാൽ ചായ വരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ ഇഷ്ടം, നമ്മളത് പോവുക, വർക്ക് ചെയ്യുക, ഇതിലങ്ങ് ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അത്. എന്താ പറയുക, നല്ലൊരു ചോദ്യമാണ്. ആക്ച്വലി അങ്കമാലി ഡയറീസ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ സംവിധാനം ചെയ്യാൻ വെച്ചിരുന്നതാണ്. പക്ഷേ ഞാനിനി സംവിധാനം ചെയ്യുന്നില്ല, എൻ്റെ ലൈഫിൽ ഞാൻ ആ പരിപാടിക്കില്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു. കാരണം ഞാൻ സംവിധാനം ചെയ്ത് കഴിഞ്ഞാൽ അങ്കമാലി ഡയറീസ് ഇതിൻ്റെ ഒരു 7 അയൽവക്കത്ത് പോലും വരില്ല. അല്ല, ഞാൻ ലിജോ എൻ്റെ സുഹൃത്തായതിന് ഞാൻ പൊക്കി പറയുന്നല്ല, ഞാൻ കണ്ടതിൻ്റെ ഒരു 10 ടൈംസ് മോർ ഫിലിമാണ് ലിജോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ ഞാൻ ആദ്യം ഭയങ്കര ഈസി പ്രോസസ്സാന്ന് കരുതി. ഇതിപ്പോൾ നമുക്ക് സംവിധാനം എൻ്റെ നാട്ടിൽ ഷൂട്ട് ചെയ്യുന്നു, വേണമെങ്കിൽ ചെയ്യാമല്ലോ എന്നുള്ള ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് എനിക്കറിയില്ല, എൻ്റെ മനസ്സിൽ ഭയങ്കര കൺഫ്യൂസ്ഡൊക്കെ ആയിരുന്നു. ഞാൻ ഇടയിൽ ഒരു 5-6 മാസം അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കണം, അപ്പോൾ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ടാകും, പക്ഷേ അതെങ്ങനെ സോർട്ട് അങ്ങനെയൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യാന്നുള്ള ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലിജോ പടം പിടിച്ച് ഇതിൻ്റെ ഫസ്റ്റ് എഡിറ്റ് ചെയ്ത് ഞാൻ കണ്ടപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ചു, ഡയറക്ഷൻ ഇല്ല, നോ ഡയറക്ഷൻ, ഇതൊരു മാറ്റമില്ല. ഞാൻ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ അത് അങ്ങനെ തീരുമാനിക്കാറുള്ളൂ. അതിൽ താങ്ക്സ് ടു ലിജോ, താങ്ക്സ് ടു എൻ്റെ അങ്കമാലി ഡയറീസ് ടീം. കാരണം അങ്ങനെ ഒരു പടം എനിക്ക് ഒരിക്കലും അത് ഡയറക്റ്റ് ചെയ്യാനോ അതിൻ്റെ ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് ഏരിയാസിൽ ഇത് ഇങ്ങനെ വേണം എന്ന് പറയാനൊന്നും, അതൊക്കെ ഒരു ഡയറക്ടറുടേതാണ്. പിന്നെ ഈ സിനിമയിൽ അങ്കമാലി ഡയറീസ് എന്ന സിനിമയിൽ ഓൾമോസ്റ്റ് പല സീക്വൻസുകളും 40 ടേക്ക് 50 ടേക്ക് 68 ടേക്ക് വരെയൊക്കെ പോയിട്ടുണ്ട്. അത്രയും പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ആളാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി. ഞാനൊരു 3 ടേക്ക് കഴിയുമ്പോൾ ഞാൻ പറയും അത് നമുക്കത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞ് കളയും. കാരണം ഞാനെപ്പോഴും അയ്യോ അവർ ബുദ്ധിമുട്ടുമല്ലോ, ഈ ഓട്ടം ചാട്ടമുള്ള കാര്യങ്ങൾ, അയ്യോ അത് ഇനി 10 ടേക്ക് കഴിയുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ഇതാവും, നമുക്ക് വേണമെങ്കിൽ വേറെ ദിവസം ചെയ്യാമെന്നൊക്കെ പറയും. ലിജോ അതല്ല, ലിജോ അത് സിനിമയാണ്, അവനത് സിനിമയിൽ ഇത് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വേണം, അവൻ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ ഇല്ല. എനിക്ക് ഏറ്റെടുത്ത് അറിയാവുന്ന ഡയറക്ടർ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. ഞാൻ ആവാണെങ്കിൽ അങ്ങനെ ഒരു ഡയറക്ടർ ആവണം, അതെനിക്ക് ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ പരിപാടി ഇല്ല.